മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ രക്ഷിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. വാഴച്ചാൽ ഡിഎഫ്ഒ ലക്ഷ്മി ജനം ടിവിയോട് ഇക്കാര്യം പറയുകയുണ്ട്. ഇതിനായി 2 കുങ്കിയാനകളെ കൂടി നാളെ രാവിലെ അതിരപ്പള്ളിയിൽ എത്തിക്കുമെന്നും ഡിഎഫ്ഒ വ്യക്തമാക്കി. കൂടിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണെന്നും ഡിഎഫ്ഒ പറഞ്ഞു. വാഴച്ചാൽ ഡിഎഫ്ഒ ആണ് ഇപ്പോൾ നമ്മോട് കൂടി ചേരുന്നത്. മാഡം, ഒരു കുങ്കിയാന ഇവിടെ എത്തി. മറ്റാനകൾ എപ്പോഴായിരിക്കും? മറ്റാനകൾ നാളെ വെളുപ്പിനോട് കൂടി എത്തും. അതിനുശേഷമായിരിക്കും നടപടിക്രമങ്ങൾ ഏതാ അതിനുശേഷമായിരിക്കും ഈ ദൗത്യം ആരംഭിക്കുന്നത്? അതിനുശേഷമേ ഉള്ളൂ. കാരണം നമുക്ക് അടിയന്തരമായിട്ട് നമ്മുടെ ക്രോള് റെഡിയായി കിട്ടണം. അപ്പോൾ ക്രോളിന് ഇന്ന് അത് പൊളിച്ചു മാറ്റുന്ന പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് യൂക്കാലി തടികൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. തടികൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ക്രോളിൻ്റെ പണി ആരംഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ മയക്കുവെടി വെച്ചുകൊണ്ട് തന്നെ പിടികൂടാനുള്ള ശ്രമം അല്ലാതെ പറ്റില്ല. അതെ, അരുൺ സക്രിയ അദ്ദേഹം നാളെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ക്രോള് സെറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം നാളെ എത്തുന്നതായിരിക്കും. ആന പൊതുവെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയവും പൊതുവെ നാട്ടുകാർക്ക് ഉണ്ട്. അതെ, അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയുടെ ഒരു റൊട്ടേഷൻ ബേസ് വരുന്ന മൂവ്മെൻറ്റ് അങ്ങനെയാണ്. അത് എലിച്ചാണി ഭാഗത്ത് ഇറങ്ങി ഏഴാറ്റുമുഖ ആ സൈഡ് ഇന്നാണത് പക്ഷേ ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കണ്ടത്. അപ്പോൾ എന്തായാലും സ്റ്റാഫ് അത് ഒരു ഭയം മാറ്റിക്കൊള്ളും. അവർ അതിനെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റുന്നതായിരിക്കും. എന്നാലും വനംവകുപ്പ് പൂർണ്ണ സജ്ജമാണ്. ദൗത്യം എത്രയും പെട്ടെന്ന് തന്നെ, അതായത് നാളത്തോടു കൂടി തന്നെ ദൗത്യം പൂർണ്ണമായും ആരംഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാഴച്ചാൽ ഡിഎഫ്ഒയും ഉള്ളത്.